ഒരു സംശയമില്ല, മാധ്യമങ്ങൾ ആഘോഷിച്ച് ഈ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ. ഇതിനു മുമ്പ് മുൻ MLA പാലക്കാട് ആരാ സംരക്ഷിക്കുന്നത്? പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത്. BJPയുടെ നേതാക്കന്മാര് സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ. അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു, ഇരുട്ടാക്കുന്നു. നിങ്ങൾ പറഞ്ഞോ? അത് ആരാരോപിച്ചു? നിങ്ങൾ കൈരളി ചാനൽ? എന്റെ അറിയില്ല. ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതില് ഫോറൻസിക് ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിയമവ്യവസ്ഥയല്ല. നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ നാലാം തൂണാണ്. എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ, നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് ശരിയാണ്. എന്റെ നിലപാടല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആരെടുത്തു? എവിടെ എടുത്തു? ഞാൻ എല്ലാ ചാനലിന്റെ പേര് ഞാൻ പറയണോ? നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ? നിങ്ങളുടെ ചാനലിൽ പരാതി ഉയർന്നില്ലേ? നിങ്ങൾ എന്ത് നടപടി എടുത്ത്? എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും. എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില് നാലാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്കുള്ളിൽ എന്തിനാ എനിക്കിന്നലെ വായിക്കുന്നത്? നിങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ വായിക്കേണ്ട കാര്യമുണ്ട്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇത് റിപ്പോർട്ടർ ചാനലല്ല നീതിന്യായ വ്യവസ്ഥ, കൈരളി ചാനലല്ല നിയമവ്യവസ്ഥ. ഈ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോ അങ്ങനൊന്ന് പ്രചരിച്ചാൽ അതിന് നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട്. ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അന്വേഷിച്ചു, തെളിവില്ലെന്ന് പറഞ്ഞു, കേസെടുത്തില്ല. ഇത് ആരാ പറഞ്ഞത്? കോൺഗ്രസാ? KPCCയാ? DCCയാ? അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ. അത്തരത്തിലൊരു പരാതിയുണ്ട്, അത്തരത്തിലൊരു കേസുണ്ട്, അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് വിരോധം. നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് ഉൾപ്പെടെ പ്രവർത്തിച്ച് ജയിപ്പിച്ചാണ് രാഹുലിനെ. ഇത്തരത്തിൽ അതൊരു വ്യാജമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് തന്നെ രാഹുലിനോട് സംസാരിച്ച് ഡിഫമേഷന് വേണ്ടിയിട്ട് തൽക്കാലം ആ കാര്യത്തില് റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം വേണ്ട. അല്ല, ഇപ്പോൾ ഒരു മാസമല്ലേ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടറാണ് കുറ്റം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാനും വഴിയിൽ തടയുമ്പോൾ അത്തരത്തിൽ പ്രതിഷേധത്തിന് സംരക്ഷണം ഒരുക്കാനും പ്രശ്നമില്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്ന് പറ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണോ? ഞങ്ങളുടെ അഭിപ്രായത്തിനല്ല വരാം. നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണം. ഒരു MLA റോഡിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ BJPയോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണെന്ന്. എന്താ കാരണം? CPM-നോട് ചോദിക്കുക എന്താ കാരണം? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, BJPയോട് പോയി ചോദിക്കുക എന്താ കാരണം? അയാൾ MLA അല്ലേ, ജനങ്ങൾ ജയിപ്പിച്ചല്ലേ? അയാളെ എങ്ങനെ നിങ്ങൾ തടയും? എന്തിനു തടയണം? അല്ല, അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും. ഞാൻ മാത്രം തീരുമാനിച്ചാൽ പറ്റും. അവര് വോട്ടർമാര് കോൺഗ്രസ് ഉണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത BJPക്കാരുണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത CPM-കാരുണ്ട്. അവരോട് ചോദിക്കുക എന്തിനാ തടയുന്നത്? എന്താ കാര്യം? എന്തിനാ രാഹുലിനെ തടയുന്നത്? നിങ്ങൾ ഈ ആരോപണം പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ന്യൂസ് മലയാളത്തില് നടന്നിട്ടുള്ള ഒരുപാട് ആരോപണമുണ്ട്. നിങ്ങൾ പറ. നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അവിടെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടല്ലോ. നിങ്ങൾ എന്നെ വിട്ടല്ലോ. ഞാനെന്തിനാ പറയുന്നത്? നിങ്ങളല്ലേ കൊടുത്തത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തുക.